ഇപ്പോൾ ഞങ്ങൾ ഒന്നൊന്നും തുടങ്ങണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒന്നുമില്ല, തുടങ്ങാൻ നമ്മളെ കയ്യിലൊന്നുമില്ല. ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ വീടിലും ഞമ്മളില്ല. അതൊക്കെ ആലോചിക്കുമ്പോൾ മാനസികമായിട്ട് ഒന്നുകൂടി വിഷമമാണ് ഞങ്ങൾക്ക്. ഈ ഒരു സമയമാകുമ്പോൾ ഇപ്പോൾ 2 വർഷമായില്ലേ. ഇപ്പോൾ മഴ പെയ്യുമ്പോൾ തന്നെ നമുക്ക് പേടിയാണ്. ഉറക്കത്തിൽ ആ ഒരു ഭീകര ശബ്ദങ്ങളും പിന്നെ നമ്മളെ വിട്ടുപോയ കൂടപ്പുറപ്പോട് സുഹൃത്തുക്കളൊക്കെ ഓർമ്മകൾ വരും. അപ്പം അങ്ങനെയാണ് ഇപ്പോൾ മഴ. അപ്പം നമുക്കൊരു പേടിയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് മുണ്ടക്കൈയിലാണ്. പൂർണ്ണമായും നഷ്ടപ്പെട്ട മുണ്ടക്കൈ, അവിടെയാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഈ വീട് കാണാം. ഈ വീടിൻ്റെ ഉടമസ്ഥനായ വിനുലാലാണ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത്. ചേട്ടാ, വലിയൊരു അനുഭവമാണ്. 2 വർഷമാവുകയാണ് നാളത്തേക്ക്. ക്ഷമിക്കണം, ഇന്നത്തേക്ക് 2 വർഷമാണ്. അപ്പം എങ്ങനെയാണ് ഇതിൻ്റെ ഓർമ്മകളൊക്കെ? ഓർമ്മകൾ പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ 2 കൊല്ലം മുന്നേ ഈ സമയം വരെ എല്ലാവരും ജീവനോടെ ഉണ്ടായിരുന്നു. നമ്മളെ കൂടപ്പുറപ്പുകളായാലും സുഹൃത്തുക്കളായാലും അയൽവാസികളായാലും ഈ സമയം വരെ അവർക്ക് ആയുസ്സുണ്ട്. അവരെ മരണം അവരറിയാണ്ട് അവരെ മരണം തൊട്ട് അടുത്ത് നിൽക്കുകയാണ്. ഈ ഒരു ടൈം വരെയുള്ള ഒരു ആയുസ്. അതൊക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമം തന്നെയാണ്. കാരണം എന്താ ചെയ്യുക, ഒരു രാത്രി കൊണ്ട് എല്ലാവരും സ്വപ്നങ്ങളെല്ലാം ഉണ്ടായത്. അതൊക്കെ ആലോചിക്കുമ്പോൾ ഭയങ്കര വിഷമമുണ്ട്. ഈ വീടാണ് ചേട്ടൻ്റെ വീടുണ്ടായിരുന്നത്? അവിടെ ആ ലാസ്റ്റ് കാണുന്ന നമ്മളെ പാടി. ഇന്നിപ്പോൾ നമ്മൾ ഈ പള്ളിയൊക്കെ ഉണ്ടായത് കൊണ്ടാണ് ഞങ്ങൾ രക്ഷപ്പെട്ടതെന്ന് പറയാം. പള്ളിയും കുറച്ച് ബിൽഡിങ്ങുകൾ ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു. ഞങ്ങൾ രക്ഷപ്പെട്ടെങ്കിലും ആ പള്ളി ഞങ്ങളെ സംരക്ഷിച്ചെങ്കിലും ബാക്കിയുള്ള ആളുകൾ താഴ്ന്ന് ഒരുപാട് പേര് മരണപ്പെട്ടിട്ടുണ്ട്. എങ്കിലും ഞങ്ങൾക്ക് അവിടെയുള്ള കടകൾ ഇതൊക്കെ ഉണ്ടായത് കൊണ്ടാണ് ഞങ്ങൾ രക്ഷപ്പെട്ടത്. പക്ഷേ നമ്മൾ ഈ ലിസ്റ്റ് വരാത്തത് കൊണ്ട് മാനസികമായിട്ട് ഒരുപാട് വിഷമങ്ങളുണ്ട്. എത്ര വെച്ചിട്ട് നമ്മൾ ഈ ഗവൺമെൻറ് പിന്നെ ഈ ലിസ്റ്റിൽ വരാതെ ഇങ്ങനെ കാത്തുക്കുക, അതുപോലെ തന്നെ ഈ വാടക വീട്ടിൽ ഇങ്ങനെ എത്ര വെച്ചിട്ട് നമ്മളിങ്ങനെ താമസിക്കുക. നമുക്കിപ്പോൾ ലിസ്റ്റിൽ വന്നാലല്ലേ ഒരു സന്തോഷമൊക്കെ ഉണ്ടാവുള്ളൂ. ഇപ്പോഴും നമ്മളെ ജീവിതം ദുരന്തം തന്നെയാണ്. കാരണം ദുരിതത്തിലാണ് ഇപ്പോഴും ജീവിതം, ലിസ്റ്റിലും വരുന്നില്ല. അന്നത്തെ ഓർമ്മകൾ വല്ലാതെ ഇപ്പോഴും അലട്ടുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എങ്കിലും ചെറിയ രീതിയിൽ എന്തെങ്കിലും നമുക്കൊന്ന് പങ്കുവെക്കാൻ പറ്റുമോ? ഓർമ്മകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊക്കെ പണ്ടത്തെ സമയത്തൊക്കെ നമ്മൾ മഴ ആസ്വദിച്ച് കടന്നുറങ്ങാനൊക്കെ ഭയങ്കര ഇതായിരിക്കും. ഇപ്പം ഞങ്ങളിപ്പോൾ ഇവിടുന്ന് ഒരു 35 കിലോമീറ്റർ അപ്പുറത്താണ് വാടകയ്ക്ക് താമസിക്കുന്നത്, കമ്പളക്കാട്. ഇപ്പോൾ മഴ പെയ്യുമ്പോൾ തന്നെ നമുക്ക് പേടിയാണ്. ഉറക്കത്തിൽ ആ ഒരു ഭീകര ശബ്ദങ്ങളും പിന്നെ നമ്മളെ വിട്ടുപോയ കൂടപ്പുറപ്പോട് സുഹൃത്തുക്കളൊക്കെ ഓർമ്മകൾ വരും. അപ്പം അങ്ങനെയാണ് ഇപ്പോൾ മഴ. അപ്പം നമുക്കൊരു പേടിയാണ്. ഈ പഴയതുപോലൊന്നും നമുക്കൊരു ത്രില്ലിങ്ങില്ല. ആദ്യം കാരണം മഴ പെയ്യുമ്പോൾ നമുക്ക് കടന്നുറങ്ങാനൊക്കെ അതിൻ്റെ ഒച്ചയും കേട്ട് ശബ്ദം കൊണ്ടൊക്കെ കടന്നുറങ്ങാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പം മഴേൻ്റെ ഒക്കെ നല്ല ഒച്ച കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ആ ഒരു ഭീകര ശബ്ദം ഇങ്ങനെ ചെവിയിലൊക്കെ ഇങ്ങനെ കേൾക്കും. ഒരു പേടി തന്നെയാണ് ഇപ്പോൾ നമുക്ക്. ഈ ഇപ്പോഴും വീടിപ്പോൾ കാട് കയറി ഞങ്ങൾ ഉപേക്ഷിച്ച് പോയിട്ട് ഇപ്പോൾ ഏകദേശം 1 വർഷത്തിന് അടുത്തായി തോന്നുന്നു. ഇപ്പോൾ 2 വർഷമായി. 2 വർഷമായിപ്പോൾ 2 വർഷമായി നമ്മളിതിപ്പോൾ ഉപേക്ഷിച്ചിട്ട്. പക്ഷേ ഈ 2 വർഷമായിട്ട് ഞങ്ങൾ ഈ ഗവൺമെൻറ് ലിസ്റ്റിലും വന്നിട്ടില്ല, ഒന്നിലും വന്നിട്ടില്ല. ഇപ്പോൾ നമുക്കിപ്പോൾ ഈ വാടകയും 9,000 കിട്ടുന്നുണ്ട് എന്നല്ലാണ്ട് ഞങ്ങൾക്കിപ്പോൾ ഈ 2 ലക്ഷം കിട്ടുന്നുണ്ടല്ലോ ഉപജീവന മാർഗത്തിന്, അതിൽ വരെ ഞങ്ങൾ പുറത്താണ്. അതും ഞങ്ങൾക്ക് കിട്ടുന്നില്ല. ഇപ്പം ഞങ്ങൾക്ക് ഇപ്പോൾ ജീവിക്കണമെങ്കിൽ ഇപ്പോൾ ഒരുപാട് കഷ്ടപ്പാടാണ്. കാരണം നമ്മളെ പഴയ ജീവിതം പോയി. കാരണം തൊഴിലില്ല. ഇപ്പോൾ ടൂറിസം ഫീൽഡിലാണ്. ഇപ്പോൾ അറിയാമല്ലോ, ഇപ്പോൾ ഒരു മണ്ണിടിഞ്ഞ് ഇപ്പോൾ 2-3 ആഴ്ചയായി പണിയില്ലാണ്ട്, മണ്ണിടിഞ്ഞുകൊണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് എന്തെങ്കിലും സ്വന്തമായിട്ട് തുടങ്ങണമെന്നുണ്ടെങ്കിലും ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടാണ്. നമ്മൾ ചേർത്ത് വെച്ചിരുന്ന നമ്മൾ 5 സെൻറ്റ് ഭൂമി അതൊക്കെ നഷ്ടമായി. ഇപ്പോൾ വീട് പണി തുടങ്ങാൻ വേണ്ടി അതിൻ്റെ കുറേ കടങ്ങളൊക്കെ എടുത്ത് അതൊക്കെ ബാങ്കിലാണ്. ഇപ്പോൾ ഞങ്ങൾ ഒന്നൊന്നും തുടങ്ങണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒന്നുമില്ല, തുടങ്ങാൻ നമ്മളെ കയ്യിലൊന്നുമില്ല. ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ വീടിലും ഞമ്മളില്ല. അതൊക്കെ ആലോചിക്കുമ്പോൾ മാനസികമായിട്ട് ഒന്നുകൂടി വിഷമമാണ് ഞങ്ങൾക്ക്. ഈ ഒരു സമയമാകുമ്പോൾ ഇപ്പോൾ 2 വർഷമായില്ലേ.
അതൊക്കെ ആലോചിക്കുമ്പോൾ ഭയങ്കരമായിട്ട് വിഷമമുണ്ട്. ഇപ്പം ആരൊക്കെയുള്ള കുടുംബത്തിൽ? ഇപ്പോൾ കുടുംബത്തിൽ അച്ഛനമ്മ ഏട്ടനുണ്ട്, ഞങ്ങൾ 4 സേഫാണ്. ബാക്കി നമ്മളെ സഹോദരങ്ങൾ, എൻ്റെ അച്ഛൻ്റെ അമ്മ, വലിയച്ഛൻ, ചെറിയച്ഛനൊക്കെ മരണപ്പെട്ടു. എൻ്റെ അതിലിപ്പോൾ അച്ഛൻ ഇപ്പോഴാണ് ഇപ്പോൾ ഒന്ന് കര കയറുന്നത്. കാരണം സ്വന്തം അമ്മയും 2 സഹോദരങ്ങളും കൂടപ്പുറപ്പുകളൊക്കെയാണ് നമുക്ക് നഷ്ടമായത്. 9 പേര് കുടുംബത്തിനില്ലാണ്ടായത്. അതിന് അച്ഛനക്ക് മാനസികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ മൂപ്പര് അതിനൊക്കെ കരകയറി വരുന്നുള്ളൂ. ഇപ്പോൾ മൂപ്പര് ഒന്നാമത് നമുക്ക് പറഞ്ഞാൽ പുറത്തൊക്കെ ഇറങ്ങി ഞങ്ങൾ നടക്കാം. അച്ഛനൊന്നാമത് പേഷ്യൻറ്റും കൂടിയാണ്, ആസ്മയും കാലിൽ ആണിരോഗമൊക്കെ ഉള്ളതാണ്. ഇപ്പോൾ മൂപ്പരൊക്കെ മാനസികാവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ വീട് വന്നിട്ടില്ല. അപ്പോൾ നിരന്തരമായിട്ട് പറയും നമുക്ക് എപ്പോഴാണ് ഇനി വീട് കിട്ടുക എന്നുള്ളൊരു വിഷമമുള്ളൂ മൂപ്പർക്ക്. അപ്പോൾ നിരന്തരമായിട്ട് നമ്മൾ കളക്ട്രേറ്റിൽ ഇങ്ങനെ പോകുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ അപേക്ഷകൾ കൊടുക്കുക എന്നല്ലാണ്ട് ഒന്നും വരുന്നില്ല. ആ ഒരു വിഷമമേ ഉള്ളൂ ഇപ്പോൾ. യെസ്, അതുതന്നെയാണ്. അതായത് നിങ്ങൾക്ക് ഈ സ്ഥലം കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഇതിൻ്റെ ഒരു ഭീകരമായൊരു അവസ്ഥ എത്രത്തോളമാണെന്ന്. ഈ ഒരു ലയത്തിലാണ് ഇത്തരത്തിലുള്ള ഈ കുടുംബങ്ങളൊക്കെ താമസിച്ചിരുന്നത്. ഇപ്പോൾ പൂർണ്ണമായും ഇവർ ആ ഒരു ഈ ഒഴിഞ്ഞിട്ട് തന്നെ ഇപ്പോൾ 2 വർഷം തികയാണ്. പള്ളി, ഇതിനെ സമീപത്ത് ഒരു ക്രിസ്ത്യൻ പള്ളിയുണ്ട്. ഈ ക്രിസ്ത്യൻ പള്ളിയും അതുപോലെ ഇതിൽ ഭാഗികമായി തകർന്ന മുസ്ലിം പള്ളിയും അതുപോലെ ഇവിടുത്തെ ഒരു മദ്രസയും അതിൻ്റെ കെട്ടിടങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ടാണ് ഈ ലയത്തിലുണ്ടായിരുന്നവർ അത്ഭുതകരമായി അന്നത്തെ ആ ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. ഇപ്പോൾ നമുക്ക് കാണാം, ഇപ്പോൾ ഏകദേശം 2ഓളം കുടുംബങ്ങളായിരിക്കാം ഈ ഒരു ലയത്തിൽ താമസിച്ചിരുന്നത്. ഇവിടെ ഒരു കുടുംബത്തിൻ്റെ ഒരു വീട് കാണാം. അതുപോലെ തൊട്ടിപ്പുറത്തും വലതുവശത്തായിട്ടും കുടുംബത്തിൻ്റെ ഒരു താമസിക്കുന്ന ഒരു വീട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഏതായാലും ഇത്തരത്തിലുള്ള ഇവർ ഭയം കൊണ്ടാണ് ഈ 2 വർഷം മുമ്പ് ആ ഉരുൾപൊട്ടലുണ്ടായി. എല്ലാവരും അവരുടെ ഉറ്റവരും ഉടയവരും ഒക്കെ ഇവിടുന്ന് അവർക്ക് നഷ്ടമായി. അങ്ങനെ ആ 2 വർഷം മുമ്പാണ് ഇവർ ഇപ്പോൾ മാറി താമസിക്കുന്നത്. ഇവിടുന്ന് പലരും ഇപ്പോൾ മേപ്പാടി, കൽപ്പറ്റ, അതുപോലെ നെടുമ്പാല തുടങ്ങിയ ഭാഗങ്ങളിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. അവർ പറഞ്ഞതുപോലെ തന്നെ എങ്ങനെ ഇവിടെ താമസിക്കും എന്നുള്ള കാര്യമാണ് ഇവർ ചോദിക്കുന്നത്. കാരണം ഭയപ്പാടോടെയാണ്. കാരണം അദ്ദേഹം പറയുന്ന ഒരു കാര്യം, അതായത് മഴ ഒരു ആദ്യഘട്ടങ്ങളിലൊക്കെ മഴയുടെ ആ ഒരു ശബ്ദവും അതുമൊക്കെ ആസ്വദിച്ച് ജീവിച്ചിരുന്നവരാണ് ഇവർ. ഇപ്പോൾ മഴ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇവർക്ക് ഭയമാണ്. കാരണം പഴയ ഓർമ്മകളൊക്കെ ഇവരെ തേടി എത്തുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ കാട് കയറി നശിച്ചിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞതുപോലെയുള്ള ഒരു അവസ്ഥ തന്നെയാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇത്രയും ദുരനുഭവം അനുഭവിച്ചവർക്കാണ് വീട് ലഭിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ ലിസ്റ്റിൽ പോലും പെട്ടിട്ടില്ല എന്നുള്ളതാണ്. ഇതിപ്പോൾ മുണ്ടക്കയിൽ തന്നെ ഏകദേശം 5-8ഓളം കുടുംബങ്ങളുണ്ട് എന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ പടവെട്ടിക്കുന്ന്, ഇതുപോലെ റാട്ടപ്പടി തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ തന്നെയും ഇത്തരത്തിൽ 20ഓളം കുടുംബങ്ങൾ ഈ റാട്ടപ്പടി മേഖലയിലുണ്ട്. അതുപോലെ പടവെട്ടിക്കുന്നിലുണ്ട് 10-12ഓളം കുടുംബങ്ങൾ പടവെട്ടിക്കുന്നിലുമുണ്ട്. ഇത്തരത്തിൽ കുടുംബങ്ങൾ ഇപ്പോഴും ഈ ഏത് നിമിഷവും തങ്ങളെ ദുരന്തം പിടികൂടാമെന്നുള്ളൊരു ഭയത്തോടെയാണ് കഴിയുന്നത്. അത്തരത്തിൽ ആളുകൾ ഇപ്പോഴും താമസിക്കുമ്പോൾ എന്തുകൊണ്ട് ലിസ്റ്റിൽ പെടുത്തുന്നില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് ലിസ്റ്റിൽ പെടുന്നില്ല എന്നുള്ളത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമായി തന്നെ ഉയരുകയാണ്. ഏതായാലും ഉടൻ തന്നെ അന്തിമ ലിസ്റ്റിൽ പ്രസിദ്ധീകരിക്കപ്പെടുമെന്ന് തന്നെയാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്. കാരണം ഒരടച്ചുറപ്പുള്ള വീട്, അല്ലെങ്കിൽ തങ്ങൾക്ക് സുരക്ഷിതമായി കഴിയാൻ ഒരു വീട് വേണമെന്ന് തന്നെയാണ് ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം. ക്യാമറ പേഴ്സൺ ജിഷ്ണു മീനങ്ങാടിക്കൊപ്പം ഫൈസൽ അസീസ്, മീഡിയ 1, വയനാട്.